ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ, അതായത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വേറൊരാൾക്ക് ദോഷം സംഭവിക്കുക, അല്ലെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് മോശമായ രീതിയിൽ പെരുമാറുക, അതൊക്കെ വരുമ്പോഴാണ് ഒരാളുടെ ഈ ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് കുറയുന്നത്. അത്തരത്തിൽ ഞാൻ ചിന്തിക്കാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പോകുമ്പോഴാണ് കോംപ്ലിക്കേഷൻ പോകുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുക, പിന്നെ നമ്മള് സത്യസന്ധമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാപ്പനിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സംഭവിക്കണം. ഒരു കാര്യം സംഭവിക്കാതെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുക, ഇന്നത് ഇത്ര കാലം കഴിഞ്ഞ് എനിക്ക് സംഭവിക്കും എന്ന് പറഞ്ഞ് അതിലൊരു നിരാശ ഉണ്ടാകുക, അല്ലെങ്കിൽ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ജീവിതകാലം മുഴുവൻ അയാളെ അതിനെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റായിട്ട് എനിക്ക് തോന്നണം, അവർക്ക് തോന്നിയാൽ പോലും. അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായ നഷ്ടം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് വേണ്ട, കുറച്ച് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആകും. നമ്മളെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആരാണോ അയാൾ എന്റെ സുഹൃത്താണ്, ഞാൻ അയാളുടെ സുഹൃത്താണ്. ദേഷ്യമായാലും എന്ത് വികാരമായാലും അതിനെ കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ നമ്മളെ അത് ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കും.